രാഷ്ട്രീയ നിലപാടുകൾ പറയുക എന്നുള്ളത്, നിലപാടുകൾ പറയുക എന്നുള്ളത് മുഖം നോക്കാതെ, സാഹചര്യം നോക്കാതെ, ഭാവി നോക്കാതെ നിലപാടുകൾ പറയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേരളത്തെ മുൻനിർത്തി പ്രൊപഗണ്ട സിനിമയായ മുസ്ലിം വിരുദ്ധ സിനിമയുണ്ടാക്കി രാജ്യമെമ്പാടും അതിനുള്ള കയ്യടികൾ വാങ്ങി അംഗീകാരങ്ങൾ നേടാനുള്ള ഒരു ശ്രമങ്ങളുടെ ഭാഗമായിട്ട് കേരള സ്റ്റോറി 1 ഉണ്ടാവുന്നു. ഇപ്പോൾ അതിൻ്റെ 2ാം ഭാഗം ആകുന്നു കേരള സ്റ്റോറി 2 എന്നുള്ള രീതിയിൽ. അതിൽ ഏറ്റവും എക്സ്ട്രീമായി പറഞ്ഞിട്ടുള്ള കാര്യം ബീഫ് നിർബന്ധിപ്പിച്ച് കഴിക്കുന്ന ഒരു രംഗമാണ്. ബീഫ് ഹിന്ദു പെൺകുട്ടിയായ ഒരാളെ മുസ്ലിങ്ങളായ 3 പേർ ചേർന്ന് പിടിച്ചുകൊണ്ട് വായിലേക്ക് തള്ളിക്കൊടുക്കുകയാണ്. ഇത് കേരളത്തിൽ നടക്കുന്ന കാര്യമായിട്ടാണ് അതിൻ്റെ സംവിധായകൻ പറയുന്നത്. ഇത് ഇങ്ങനെയാണ് കേരളത്തിൽ സംഭവിക്കുന്നത് എന്നതാണ് ഉത്തരേന്ത്യൻ സംഘി പ്രചരണം എന്നുള്ളത്. ഇങ്ങനെയാണ് ഈ വിഷയം ഉള്ളത്. അതിനിടയിൽ നിരവധിയായ പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുപോയി രാജ്യത്തു നിന്നും കടത്തിക്കൊണ്ടുപോകുന്ന ലവ് ജിഹാദാണ് കേരളത്തിൽ നടക്കുന്നതെന്നും കേരളത്തിലുള്ള മുസ്ലിം യുവാക്കളൊക്കെ ഈ പണിയാണ് എടുക്കുന്നതുമെന്നാണ് സംഘപരിവാർ പ്രൊപഗണ്ടകൾ നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ കേരളത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ ഒരു നിലപാട് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ സിനിമാ മേഖല, കലാരംഗത്തു നിന്നും എന്തെങ്കിലും പ്രതികരണം ഉണ്ടാവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഉത്തരം പറയേണ്ടി വരും. നമ്മൾക്ക് എപ്പോഴും ഇങ്ങനെ ഇത്രയും വലിയ ഒരു പ്രൊപഗണ്ട ഉണ്ടാക്കി, വെറുപ്പുണ്ടാക്കി, വിദ്വേഷമുണ്ടാക്കി ഒരു പ്രചരണം നടത്താൻ കലയെ ആയുധമാക്കുമ്പോൾ അവിടെ സംസാരിക്കേണ്ടത് ആ കലാരംഗത്തുള്ളവരാണ്. അവിടെ അതിനെതിരെ ശബ്ദമുയർത്തേണ്ടത് ആ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. ഇത്തരം പ്രൊപഗണ്ടകൾക്കെതിരെ ഇത് ഇവിടുത്തെ രീതിയല്ല, സിനിമയെ ഈ രീതിയിൽ ഉപയോഗിക്കരുത്, ഒരു കലാസൃഷ്ടിയെ ഇത്തരം പ്രൊപഗണ്ടകൾക്ക് വേണ്ടി നിങ്ങൾക്ക് വെറുപ്പ് പ്രചരിപ്പിക്കാൻ വേണ്ടി, വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറയേണ്ടത് സിനിമാ മേഖലയിലുള്ള ആളുകളാണ്. പക്ഷേ അവർ ഒരിക്കലും സംസാരിക്കുന്നില്ല. എങ്കിൽ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. കലാരംഗത്ത് കേരളത്തിലെ അറിയപ്പെടുന്ന ബ്രാൻഡായ റാപ്പറായ, കേരള രാഷ്ട്രീയത്തിൽ അടുത്ത കാലത്തായി ഏറ്റവും കൂടുതൽ ചർച്ചയാക്കപ്പെട്ട വ്യക്തിയാണ് വേടൻ എന്നുള്ളത്. വേടൻ ഈ വിഷയത്തിലും സംസാരിക്കുന്നു എന്നുള്ളതാണ്. വേടൻ ഈ വിഷയത്തിലും സംസാരിക്കുന്നു, നിലപാട് പറയുന്നു. എന്ത് നഷ്ടങ്ങൾ ഉണ്ടായാലും രാജ്യത്തിൻ്റെ സമാധാനം മുൻനിർത്തി, രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ മുൻനിർത്തി, തൻ്റെ രാഷ്ട്രീയം മുൻനിർത്തി അദ്ദേഹം ചില വിമർശനങ്ങൾ കേരള സ്റ്റോറി 2-ക്കെതിരെ അദ്ദേഹത്തിൻ്റെ വേദിയിൽ അദ്ദേഹം നിലപാട് പറയുന്നുണ്ട്. നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഇത്രയും വെറുപ്പോട് കൂടിയിട്ട് ഒരു സിനിമ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, ഇത്രയും ദേഷ്യം നമ്മളോട് കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഭാവിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അവർക്ക് നമ്മുടെ മേഖല. മനസ്സിലായോ? ശ്രദ്ധിച്ച് കണ്ട് ജീവിച്ചോളാം. നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ എടുത്തോളാം. പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ ഇല്ലെങ്കിൽ നോക്കിയോ, ഇല്ലെങ്കിൽ കുമ്മര ആദ്യം അടിക്കാൻ പോകണം നമ്മളെ. എനിക്കിത് പറയാതിരിക്കാൻ, എനിക്ക് പാട്ട് പാടിയിട്ട് കാശ് വാങ്ങിയിട്ട് വീട്ടിൽ പോകാൻ പറ്റും. എനിക്കിത് പറയാതിരിക്കാനും പറ്റുന്നേ. അപ്പൊ ഞാൻ എനിക്ക് കൂടുതൽ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. എന്നെ കൊണ്ട് അത് ചെയ്യിക്കാൻ പറ്റാത്തതുണ്ടല്ലോ. നിങ്ങളെല്ലാവരും എന്റെ സഹമനുഷ്യരാണെന്ന് എനിക്ക് കാണാൻ പറ്റുന്നതുകൊണ്ടും നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ പെർഫോം ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഒന്നായിട്ട് എല്ലാ പ്രശ്നങ്ങളെയും മാറ്റി നിർത്തിയിട്ട് നമ്മൾ ഒരുമിച്ച് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതി നമ്മളെ ഒരുപാട് തവണ പരിശോധിച്ചപ്പോഴും നമ്മളെല്ലാവരും ഒരുമിച്ച് അന്ന് നമ്മളിതൊന്നും കണ്ടില്ല. കണ്ട മക്കളെ, നമ്മളൊരു സമാധാനമായിട്ട് ജീവിക്കാൻ നോക്കുമ്പോൾ ഇവന്മാര് ചെയ്യണ പണി കണ്ട. മര്യാദയ്ക്ക് സിനിമ കാണണമെങ്കിൽ ഒരു രാഷ്ട്രീയം കണ്ടോളാം. നിങ്ങള് അവന്മാരുടെ ഭക്ഷണ രാഷ്ട്രീയം കൊണ്ട് വന്നേക്കാം അവന്മാര് കേരളത്തിൽ. ഇതിനേക്കാൾ മനോഹരമായി ഈ വിഷയത്തെ പറയാൻ പറ്റുമോ എന്നറിയില്ല. വേടൻ അറിയാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഗായകരിൽ അല്ലെങ്കിൽ റാപ്പറിൽ, സ്റ്റേജ് പ്രോഗ്രാമുകളിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന വ്യക്തിയാണ് അദ്ദേഹം. അതിൽ പറയുന്നുണ്ട്, എനിക്ക് വേണമെങ്കിൽ ഇവിടെ പാട്ടുപാടി എൻ്റെ കാര്യവും നോക്കി പോകാം, ഒരു പ്രശ്നവുമില്ല. എനിക്ക് ഇത്തരം എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് എന്നെ ലക്ഷ്യം വെക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ഒഴിവായി നടക്കാം. ഇവിടെ നിന്ന് ഞാൻ എന്തിനാണ് ഇവിടെ വന്നത്? ഇവിടെ പാട്ട് പാടാൻ വന്നതാണ്, പാട്ടും പാടി പോകാമെന്നും. പക്ഷേ എന്നെ കൊണ്ട് അതിന് സാധ്യമല്ല. എനിക്ക് നിങ്ങളോട് ഉത്തരവാദിത്വമുണ്ട്, സഹജീവി കാരുണ്യമുണ്ട്. ഒരു വിഭാഗത്തിനെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കാനുള്ള ആയുധമായി കലയെ മാറ്റുമ്പോൾ, ഇത്തരം വിദ്വേഷ രാഷ്ട്രീയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു പ്രൊപഗണ്ടയായി സിനിമയെയും കലയെയും ഉപയോഗപ്പെടുത്തുമ്പോൾ അതിനെതിരെ കലാരംഗത്തുള്ള വേടനെ പോലെയുള്ള ആളുകൾ സംസാരിക്കുന്നു എന്നുള്ളതാണ്. മലയാളത്തിലെ സൂപ്പർ താരങ്ങൾ, മുൻനിര സംവിധായകർ, അല്ലെങ്കിൽ മലയാളത്തിലെ സിനിമാ മേഖലയുമായി പ്രവർത്തിക്കുന്ന ഓരോ ആളുകളും അവർ ഇത്രയും കാലം മതേതര പക്ഷത്തു നിന്നായിരുന്നു പൊതുവെയുള്ള പറച്ചിൽ എന്നുള്ളത്. പക്ഷേ
അവർ ഒരിക്കലും ഈ വിഷയം സംസാരിക്കുന്നില്ല. മുസ്ലിങ്ങൾക്കെതിരെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഇത്തരം ഒരു കേരളത്തെ പറ്റി അപകീർത്തിപരമായ വിദ്വേഷ പ്രചരണങ്ങൾക്ക് വേണ്ടി ഒരു സിനിമയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയം ഇവിടെ കളിക്കുമ്പോൾ അതിനെതിരെ സംസാരിക്കാനുള്ള ശേഷി ഇവിടുത്തെ കലാരംഗത്തുള്ളവർക്കുണ്ടാവുന്നില്ല. ആ കലാരംഗത്തുള്ളവർ മമ്മൂട്ടിയായാലും മോഹൻലാലായാലും ഇവിടെയുള്ള ആരായാലും അതിനെതിരെ സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. സിനിമാ സംവിധായകർ തയ്യാറാവുന്നില്ല, എഴുത്തുകാർ തയ്യാറാവുന്നില്ല. എല്ലാവർക്കും ഭയമാണ്, ഇതിനെപ്പറ്റി സംസാരിക്കാൻ ഭയമാണ്. ഇതിനെ കൂടെ നിന്നാൽ മുസ്ലിങ്ങളുടെ കൂടെ നിൽക്കുന്നവനാണോ ജിഹാദി എന്ന് പറയുമോ എന്നൊക്കെ ഭയം കൊണ്ട് അവർ പിന്മാറി നിശബ്ദരായി നിൽക്കുന്നു, അല്ലെങ്കിൽ ഭരണകൂടത്തെ തന്നെ ഭയപ്പെടുന്നു. ഇത്തരം പ്രൊപഗണ്ടകൾ ഉണ്ടാക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന ഇവിടുത്തെ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നതിനെ പറ്റി അവർ ആശങ്കപ്പെടുന്നു. അപ്പോഴും വേടൻ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇവർ ഇപ്പോൾ ഇങ്ങനെ ചെയ്താൽ, ഇത്രയും വർഗീയമായ ഇത്രയും വിദ്വേഷമായ ഒരു സിനിമ ഇറക്കിയാൽ നാളെ ഇവരെ നമുക്കെതിരെ എന്തും ചെയ്യുമെന്നാണ് വേടൻ പറഞ്ഞതിൻ്റെ പൊരുൾ എന്നുള്ളത്. അതുതന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രശ്നമുള്ളത്. നിലപാട് പറഞ്ഞ വേടനെ നമുക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാം. കേരളത്തിലെ പ്രമുഖരായ പലരും, ഇസ്ലാമിക മുസ്ലിം പശ്ചാത്തലമുള്ള പണ്ഡിതന്മാർ പോലും നിലപാട് പറയാതെ പേടിച്ച് പിന്മാറിക്കൊണ്ടിരിക്കുമ്പോൾ വേടനെ പോലെയുള്ള അവർണ വിഭാഗത്തിൽ നിന്നും വരുന്ന കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ മെസ്സേജ് ഉൾക്കൊള്ളുന്ന ഒരാൾ ഇത്തരം സംസാരങ്ങൾ നടത്തുന്നു എന്നുള്ളത് ജനങ്ങളെ ഒന്നാകെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു സെലിബ്രിറ്റി എന്നുള്ള നിലയ്ക്ക് ഇത്തരം വിഷയങ്ങൾ നിലപാട് പറയുന്നു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശുഭസൂചകമായ കാര്യങ്ങളാണ്. വേടൻ നേരത്തെയും ഇത്തരം കൃത്യമായിട്ടുള്ള നിലപാടുകൾ ഓരോ സമയത്തും ഇവർക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്, സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അത് ആവർത്തിക്കപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. മറ്റൊരു ഭാഗത്ത് വലിയ നിശബ്ദത കലാ മേഖലയിൽ നിന്നും സിനിമാ മേഖലയിൽ നിന്നും തുടരുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്.